നമുക്കൊരു വേദന വരുമ്പോഴേക്കും, നിരാശ വരുമ്പോഴേക്കും ദൈവം എന്നെ കൈവിട്ടു എന്നുള്ളതാണ് ചിന്ത. നമ്മുടെ ഉള്ളിൽ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു സഹന വഴികളിലൂടെ കടന്നു പോകുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കും എനിക്ക് ആരുമില്ല. പക്ഷേ ദൈവം നമ്മളെ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്നു, നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നു. ദൈവമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ മനസ്സിലാകുന്നത്. എന്തോരം സഹന വഴികളിലൂടെ ഞാൻ കടന്നുപോയി, അപ്പോഴൊക്കെ ദൈവം എന്നെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഈ സഹനം മാത്രമല്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്, ഇതിനേക്കാളും കുറേ സഹനം ഉണ്ടായതിൽ അപ്പോഴൊക്കെ അതിനൊക്കെ അതിജീവിച്ചില്ലേ? കാരണം ദൈവത്തിന് നമ്മൾ വിലപ്പെട്ടവരാണെന്ന് മനസ്സിലാകാം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നത് പോലെയാണെന്നാണ്. എനിക്ക് ചിലരോടൊക്കെ ചില പ്രത്യേക സ്നേഹമുണ്ട്, എന്നാൽ കുറച്ച് പേരെ എനിക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെയല്ല ദൈവം സ്നേഹിക്കുന്നത്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടവര് ഇഷ്ടപ്പെടാത്തവര് അങ്ങനെ മാറ്റി നിർത്തി ദൈവം ആരെയും സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ കുരുവികളേക്കാൾ വിലയുള്ളതാണ് ദൈവം നമ്മളോട് പറയുന്നത്. ദൈവം എങ്ങനെ സ്നേഹിക്കുന്നെന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്. ദൈവം നിന്നെ അങ്ങനെ പൊതിഞ്ഞ് സ്നേഹിക്കുക. ഈ ഭൂമിയിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നീ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സ്നേഹം ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിന്നെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയാണ് ദൈവം ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിലപ്പെട്ടവരാണ്. ഒരു വേദന വരുമ്പോഴേക്കും അല്ലെങ്കിൽ നിരാശ വരുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുക, കഴിഞ്ഞുവെന്ന് ചിന്തിക്കാതിരിക്കുക. ദൈവത്തിന് നമ്മൾ വിലപ്പെട്ടവരാണ്. ബാക്കി ആർക്കും നമ്മളെ വിലയില്ലെങ്കിലും ദൈവത്തിന് നമ്മളെ വിലയുള്ളതാണെന്ന് മനസ്സിലാക്കുക. പ്രാർത്ഥിക്കുക.